ഹായ് ഗൈസ്, ഇത് ഞാൻ ഷിൻഡു ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നതാണ്. എനിക്കറിയാം ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിൽ എല്ലാവർക്കും തന്നെ ഓൾറെഡി ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും ആർക്കെങ്കിലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അറിയില്ല എങ്കിൽ അവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. സോ എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ബ്രൗസറിൽ facebook.com എന്ന് പറയുന്ന അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മുകളിൽ കാണുന്ന പോലെ facebook.com എന്ന അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇവിടുത്തെ ഈ പേജിൽ എത്തുന്നതായിരിക്കും. അതിനുശേഷം അവിടെ രണ്ട് ഓപ്ഷനുണ്ട്. നമുക്ക് ലോഗിൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷന് താഴെ കുറേ ഓപ്ഷൻസ് ലഭ്യമാണ്. നമ്മളുടെ നെയിമും അതുപോലെ തന്നെ ഇമെയിൽ അതുപോലെ തന്നെ പാസ്വേഡ് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം താഴെ കാണുന്ന ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. നമുക്കിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങളുടെ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വെറുതെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ കൺഫേം ചെയ്യാനായിട്ട് ചോദിക്കും. നമ്മളിപ്പോൾ ഇമെയിലാണ് കൊടുത്തത്. അപ്പോൾ മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പറിൽ SMS അയച്ച് കൺഫേം ചെയ്യാനായിട്ട് ചോദിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഇമെയിലാണ് കൊടുത്തത്. സോ ഇപ്പോൾ ഇമെയിൽ കൺഫേം ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. അതിൽ കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ജിമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ലഭിക്കും. യാഹു ആണെന്നുണ്ടെങ്കിൽ യാഹുവിൽ പോയിട്ട് അവിടെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് കൺഫേം ചെയ്യാം. ജിമെയിൽ ആയതുകൊണ്ട് ഇപ്പോൾ ജിമെയിലിൻ്റെ ഒരു ഓപ്ഷൻ ഫേസ്ബുക്ക് തന്നെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇമെയിലാണ് നമ്മൾ കൊടുത്തത്. അത് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ട് കൺഫേം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ അക്കൗണ്ട് കൺഫേം ആയിട്ടുണ്ട്. ഇനി നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ ഇവിടെ ലഭിക്കും. അതായത് ഈ ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഫ്രണ്ട്സ് ഫേസ്ബുക്കിലുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഫേസ്ബുക്ക് കുറേ ഓപ്ഷൻ തരും. അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അവസാനം നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കാണിക്കും. അവിടെ ടേക്ക് ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈലിൽ നിന്നോ ലൈവായിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതല്ല നമുക്ക് ഓൾറെഡി കമ്പ്യൂട്ടറിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ ആഡ് പിക്ചർ കൊടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോട്ടോ കൊടുക്കുകയാണ്. അതിനുശേഷം മുകളിൽ കാണുന്ന നമ്മൾ കൊടുത്ത പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ലൈനിൽ അതായത് പ്രൊഫൈലിൽ എത്തുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയും അതുപോലെ തന്നെ സ്റ്റാറ്റസ് അതുപോലെ എല്ലാം കാണാം. നമുക്കിവിടെ വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ളത് നമുക്കത് ടൈപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് പോസ്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കിവിടെ ഹലോ ഓൾ കൊടുക്കാം. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്യാം ആരൊക്കെ ഈ പോസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഫ്രണ്ട്സിന് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് സെലക്ട് ചെയ്യുക. അതല്ല എല്ലാവർക്കും കാണണമെന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് കൊടുക്കുക. അതുപോലെ തന്നെ മോർ ഓപ്ഷൻ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഓൺലി മീ എന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്കിപ്പോൾ പബ്ലിക് കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പബ്ലിക്കിനെല്ലാം ഈ പോസ്റ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പോസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യുക. അതായത് നമ്മളുടെ വിവരങ്ങൾ അഡ്രസ്സ് അതുപോലെ തന്നെ എല്ലാം അപ്ഡേറ്റ് ചെയ്യുക. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ പ്രൊഫഷണൽ സ്കിൽസ് നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ പഠിച്ച സ്കൂള് കോളേജ് ഇതെല്ലാം ഇവിടെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ ഫോൺ നമ്പർ അഡ്രസ്സ് അതുപോലെ എല്ലാം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ റിലീജിയസ് വ്യൂസ് അതുപോലെ തന്നെ നമ്മുടെ വേറെ അക്കൗണ്ട്സ് അതായത് സ്കൈപ്പ് അതുപോലുള്ള അക്കൗണ്ട്സ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ ഇതിപ്പോൾ എൻ്റെ പേജാണ്. ഇതുപോലെ പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ എടുത്തിട്ട് ഇവിടെ ആഡ് ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫ്രണ്ടായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോഴെൻ്റെ പേജാണ്. ഇവിടെ ആഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണില്ല. പകരം ഇവിടെ ലൈക്കാണുള്ളത്. സോ നമുക്ക് ഈ പേജ് ലൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പേജ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേജിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും നമ്മളുടെ ന്യൂസ് ഫീഡിൽ എത്തുന്നതായിരിക്കും. നമ്മുടെ ന്യൂസ് ഫീഡ് എന്ന് പറയുന്നത് ഈ ഹോമാണ്. ഈ ഹോമിലാണ് നമ്മളുടെ എല്ലാ ന്യൂസുകളും എത്തുന്നത്. അതായത് നമ്മൾ ലൈക്ക് ചെയ്ത പേജുകളിലെ വിവരങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പോസ്റ്റുകളെല്ലാം ഈ ഹോം എന്ന് പറയുന്ന ഈ ന്യൂസ് ഫീഡിലാണ് എത്തുന്നത്. ഇത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ
ഞാനിപ്പോൾ എൻ്റെ പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ആ പേജിൽ നിന്നുള്ള ആദ്യത്തെ പോസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ന്യൂസ് ഫീഡിൽ കാണാൻ സാധിക്കും. ന്യൂസ് ഫീഡ് ഓപ്പൺ ചെയ്യാനായി ഹോം ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ പേര് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും ഫ്രണ്ട് റിക്വസ്റ്റ് നമുക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജിൻ്റെ ഓപ്ഷനിൽ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ പോസ്റ്റ് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ പോസ്റ്റിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇത് പുതിയ അക്കൗണ്ടാണ്. ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. സോ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ ഉപയോഗിച്ച ശേഷം നമുക്ക് ലോഗ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ്, മുകളിൽ കാണുന്ന ഈ സെറ്റിങ്സ് എടുത്തിട്ട് ലോഗ് ഔട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും ലോഗ് ഔട്ട് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ നിന്നല്ല ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിങ്ങനെ ലോഗ് ഔട്ട് കൊടുത്ത് എക്സിറ്റ് ആകേണ്ടതുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.